എല്ലാവർക്കും നമസ്കാരം. ശബരിമല ശ്രീ അയ്യപ്പൻ ഭാഗം 2. ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് മണികണ്ഠൻ രാജധാനിയിൽ തിരിച്ചെത്തിയതും സൈനിക പരിശീലനം നടത്തുന്നതും വരെയുള്ള കാര്യങ്ങളാണ് 1-ാം ഭാഗത്തിൽ പറഞ്ഞത്. ഇതിനിടെ രാജാവിന് ഒരു കുഞ്ഞ് ജനിച്ചിരുന്നല്ലോ, രാജരാജൻ. എന്നിരുന്നാലും മണികണ്ഠനെ മൂത്ത പുത്രനായാണ് രാജാവ് പരിഗണിച്ചത്. രാജാവിന് സർവ്വതാ സന്തോഷങ്ങളായ പ്രവൃത്തികൾ അനുഷ്ഠിച്ച് ദാസഭാവത്തിൽ വർത്തിക്കുന്ന മണികണ്ഠനെ കുറിച്ചുള്ള വാത്സല്യാതിരേകം ഒന്നിനൊന്ന് വർദ്ധിച്ചു വന്നു. രാജാവ് മണികണ്ഠനെ യുവരാജാവാക്കാൻ തീരുമാനിച്ചു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊള്ളാൻ മന്ത്രിയോട് ആജ്ഞാപിച്ചു. 1 മാസത്തിനുള്ളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊള്ളാമെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ രാജസിംഹാസനം നോട്ടമിട്ടിരുന്ന മന്ത്രിക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. രാജരാജൻ വളരെ ചെറുപ്പമായതിനാലും രാജാവിന് പ്രായമായതിനാലും കുറച്ചു കാലമെങ്കിലും രാജ്യഭരണം നടത്താമെന്ന് മോഹിച്ചിരുന്ന മന്ത്രി കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. വല്ലവിധേനയും മണികണ്ഠനെ വകവരുത്തണമെന്ന് തീർച്ചപ്പെടുത്തി. പലതും ചെയ്തു. ഇതൊന്നും ഭരിക്കാതെ വന്നപ്പോൾ രാജ്ഞിയെ പ്രലോഭിപ്പിക്കാൻ നോക്കി. സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുമാരനല്ലേ രാജാവാകേണ്ടത്? കാട്ടിൽ നിന്നും കിട്ടിയ കാട്ടാള ശിശുവിനെയാണോ രാജാവാക്കേണ്ടത്? പല പ്രാവശ്യം ഓരോന്ന് പറഞ്ഞ് രാജ്ഞിയെ വശമതയാക്കാൻ നോക്കി. ദുർമന്ത്രവാദികളെ വരുത്തി ആഭിചാര പ്രവൃത്തികൾ ശക്തിയായി ചെയ്യിപ്പിച്ചു. തൽഫലമായി മണികണ്ഠന്റെ ശരീരമാസകലം ഭയങ്കര വ്രണമുണ്ടാകുകയും രാജാവിന് പരിഭ്രമം ജനിക്കുകയും ചെയ്തു. നിപുണന്മാരായ ഭിഷഗ്വരന്മാരെ കൊണ്ട് ചികിത്സിപ്പിച്ചു. എങ്കിലും രോഗം മാറിയില്ല. സൗന്ദര്യസാര സർവസ്വമായ മണികണ്ഠന്റെ ശരീരസ്ഥിതി കണ്ട് രാജാവിന് സങ്കടം സഹിക്കുകയാതായി. അദ്ദേഹം ഭഗവത്പാദാരവിന്ദങ്ങളെ ഭക്തിപൂർവ്വം ശരണം പ്രാപിച്ചു. ഭജനം തുടങ്ങി. രാജാവിൻ്റെ മുൻപിൽ ഒരു വൃദ്ധ സന്യാസി അപ്പോൾ അവിചാരിതമായി പ്രത്യക്ഷപ്പെട്ടു. സന്യാസി വരനെ വിധിപൂർവ്വം പൂജിച്ച് മണികണ്ഠകുമാരൻ്റെ രോഗം ഭേദമാക്കി തരണമെന്ന് രാജാവ് അപേക്ഷിച്ചു. സന്യാസി കുമാരനെ വിളിച്ച് അടുക്കൽ വരുത്തി. വാത്സല്യപൂർവ്വം ആശ്ലേഷിക്കുകയും കുമാരൻ്റെ നെറ്റിയിൽ ഭസ്മം ചാർത്തുകയും ചെയ്ത ശേഷം രാജാവിനോട് മേൽ വേണ്ട സംഗതികളെക്കുറിച്ച് അരുളി ചെയ്തു. പെട്ടെന്ന് തന്നെ മണികണ്ഠൻ സുഖം പ്രാപിച്ചു. മുന്നേതിലും വളരെ ശോഭിത കളയപരനായിത്തീർന്നു. സന്യാസി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മറയുകയും ചെയ്തു. യതിവേഷത്തിൽ വന്നത് സാക്ഷാൽ പരമശിവൻ തന്നെ ആയിരുന്നു എന്നുള്ള പരമാർത്ഥം ഗ്രഹിച്ച് രാജാവ് വളരെ അത്ഭുതപ്പെട്ടു. മന്ത്രി വീണ്ടും ഓരോ കുതന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകി. ഫലമുണ്ടായില്ല. മന്ത്രിയുടെ സ്വന്തം ഗ്രഹത്തിൽ വെച്ച് നടത്തിയ സദ്യയിൽ വിഷയുക്തമായ ആഹാരം കഴിച്ചിട്ടും കുമാരന് ഒരു ദോഷവും സംഭവിച്ചില്ല. ഒടുവിൽ മന്ത്രി രാജ്ഞിയുടെ മുമ്പിലെത്തി സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ നിന്ന് എന്താണ് ഒന്നും അറിയാത്ത മട്ടിലിരിക്കുന്നത്? അവിടുത്തെ കുമാരനുള്ളപ്പോൾ കാട്ടിൽ നിന്നും കിട്ടിയ കുട്ടിയെ രാജാവാക്കുന്നത് ശരിയാണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് രാജ്ഞിയെ വശത്താക്കി. ഇതിനിടെ മണികണ്ഠൻ മന്ത്രിയുടെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കിയിരുന്നു. ദേവി, ഒരുവൻ തന്നെ കളഞ്ഞൊരിടം രക്ഷിക്കണം എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. വല്ലവിധേനയും മണികണ്ഠനെ നിഗ്രഹിച്ചില്ലെങ്കിൽ അവിടുത്തെ പുത്രൻ ലഭിക്കേണ്ട രാജ്യധന യശസ്സുകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതിനാൽ ഞാനൊരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ സമ്മതമാണെങ്കിൽ കാര്യം ജയിച്ചു. ഭവതി രോഗം പിടിപെട്ടതായി അഭിനയിച്ച് രോഗശയ്യയിൽ കിടന്ന് നിലവിളിക്കണം. അപ്പോൾ വൈദ്യന്മാരെ കൊണ്ടുവരാൻ രാജാവ് എന്നോട് ആജ്ഞാപിക്കും. പല വൈദ്യന്മാരും വരാം, എന്നാൽ ഞാൻ അവരെ ഒഴിവാക്കിക്കൊള്ളാം. ഞാൻ കൊണ്ടുവരുന്ന വൈദ്യൻ അവിടുത്തെ രോഗം മാറ്റുന്നതിന് മരുന്നുണ്ടാക്കുവാൻ പുലിപ്പാൽ കൂടാതെ സാധ്യമല്ല എന്ന് വിധിക്കും. പുലിപ്പാലിൽ മരുന്ന് ചാലിച്ച് നൽകിയാൽ മാത്രമേ അസുഖം ഭേദമാകൂ എന്ന് അറിയിക്കണം. രാജ്ഞി ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് മനുഷ്യന് പുലിപ്പാൽ കിട്ടുവാൻ സാധ്യമല്ലല്ലോ, മന്ത്രി പറഞ്ഞതെല്ലാം കാര്യമാണല്ലോ എന്ന് മനസ്സിൽ കരുതി. ആകയാൽ അപ്രകാരം പ്രവർത്തിക്കാൻ രാജ്ഞി തീരുമാനിച്ചു. രാജ്ഞി രോഗശയ്യയെ അവലംബിക്കുകയും തലവേദന നടിച്ചുകൊണ്ട് നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ശുദ്ധാത്മാവായ രാജാവ് മന്ത്രിയോട് ഭിഷഗ്വരന്മാരെ വരുത്തുവാൻ ആജ്ഞാപിച്ചു. മന്ത്രി പറഞ്ഞതനുസരിച്ച് ഭിഷഗ്വരന്മാർ വരികയും പുലിപ്പാലിൽ മരുന്ന് ചാലിച്ച് കൊടുത്താലേ രാജ്ഞിയുടെ അസുഖം മാറൂ എന്ന് ഭിഷഗ്വരന്മാർ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ട രാജാവിന് വളരെ കുണ്ഠിതമുണ്ടായി. തൻ്റെ വിധിയോർത്ത് രാജാവ് വിലപിച്ചു. ദുഃഖിതനായ രാജാവിനോട് മണികണ്ഠൻ കാര്യമന്വേഷിച്ചു. വിവരങ്ങൾ മനസ്സിലാക്കിയ മണികണ്ഠൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഇപ്രകാരം ദുഃഖിക്കേണ്ട ആവശ്യമില്ല.
അവിടുത്തെ അനുഗ്രഹവും ആജ്ഞയും ഉണ്ടെങ്കിൽ ഞാൻ വളരെ വേഗത്തിൽ പുലിക്കൂട്ടങ്ങളെ ഇവിടെ കൊണ്ടുവരാം. എനിക്ക് അതിന് കഴിയും. പുലിപ്പാൽ കിട്ടാതെ ദേവിയുടെ അസുഖം മാറിയില്ലെന്ന് വരുന്നത് മഹാകഷ്ടമാണ്. പുലികളെ കൊണ്ടുവരാൻ വനത്തിൽ പോകണമെന്നോ ഞാൻ ഒരിക്കലും അതിനെ അനുവദിക്കുകയില്ല. രാജാവ് പറഞ്ഞു, മറ്റു വല്ല മരുന്നുകളും ചെയ്ത് രോഗം മാറ്റിക്കൊള്ളാം. വനത്തിൽ പോകുന്നതിന് അങ്ങനെ അനുവദിക്കണം. നീ ഇങ്ങനെ പറയരുത്. കണ്ടാൽ ഉടനെ ചാടിക്കടിക്കുന്ന പുലികളെ കൊണ്ടുവരാമെന്ന് പറയുന്നത് തന്നെ സാഹസമാണ്. യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ച ഈ സമയത്ത് നീ കൊട്ടാരത്തിൽ സുഖമായി താമസിക്കുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ പ്രിയ പിതാവേ, അങ്ങ് എൻ്റെ ഒരാഗ്രഹം സാധിച്ചു തരണമെന്ന് സത്യം ചെയ്യണം. നിന്റെ ഏത് അഭിലാഷവും ഞാൻ സാധിച്ചു തരും. സത്യം, സത്യം. എന്താണ് അഭിലാഷമെന്ന് പറയുക. കാട്ടിലേക്ക് പോകുന്നതിനും പുലികളെ ശീഘ്രം കൊണ്ടുവരുന്നതിനും അങ്ങ് എനിക്ക് കൽപ്പന തരണം. പരമാർത്ഥം അറിയാതെ സത്യം ചെയ്തു പോയതിൽ രാജാവ് ദുഃഖിച്ചു. അല്ലയോ നന്ദന, നീ ശ്രീരാമനായി ഭവിച്ചല്ലോ. എൻ്റെ രാജ്ഞി കൈകേയി, ഞാൻ ദശരഥനും. ഇത് വിചാരിച്ചാൽ എത്ര വിചിത്രമാണ്. ഞാനിനി എന്തു ചെയ്യും? രാജാവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് മണികണ്ഠൻ പറഞ്ഞു, ഞാൻ ചെയ്തു തീർക്കേണ്ടവ ഞാൻ തന്നെ ചെയ്യണം. എന്നിൽ നിന്നും സംഭവിക്കേണ്ടവ സംഭവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആയതിനാൽ പുലികളെ കൊണ്ടുവരാൻ വനത്തിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചായിരുന്നു. ദുഃഖം കൊണ്ട് രാജാവ് വളരെ പരവശനായി. എങ്കിലും സത്യത്തെ വിചാരിച്ച് ഒരുവിധം സമാധാനത്തോടു കൂടി മണികണ്ഠനോട് കാട്ടിൽ പൊയ്ക്കൊള്ളാൻ രാജാവ് അനുവാദം കൊടുത്തു. സഹായത്തിന് കാട്ടാള വൃന്ദങ്ങളെയും സൈന്യത്തെയും നിയോഗിച്ചു. എന്നാൽ മണികണ്ഠൻ പറഞ്ഞു, ആളുകൾ കൂടിയാൽ പുലികൾ പേടിച്ച് നാലുപാടും ഓടും. അതിനാൽ ഞാൻ തന്നെ മതി. കാട്ടിൽ ഭക്ഷണാദികൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകാനിടയുണ്ട്. അതിനാൽ ആവശ്യം വേണ്ട പദാർത്ഥങ്ങൾ കൊണ്ടുപോകണമെന്നുകൂടി രാജാവ് കൽപ്പിച്ചു. വില്ലും അമ്പും ധരിച്ച് മുക്കണ്ണനെ സ്മരിച്ച് മുക്കണ്ണുള്ള നാളികേരവും പൊക്കണത്തിലാക്കി പൊയ്ക്കൊള്ളുവാൻ നിർദ്ദേശം നൽകി. അനന്തരം ആവശ്യമുള്ള പദാർത്ഥങ്ങൾ രാജാവ് കൊടുത്തത് കെട്ടി ചുമടാക്കിയെടുത്തു. മണികണ്ഠൻ രാജപാദങ്ങൾ വന്ദിച്ച് കാനനത്തിലേക്ക് പുറപ്പെട്ടു. പുലിപ്പാലിനായി മണികണ്ഠൻ പോകുന്നത് കണ്ടപ്പോൾ ചിലർ പരിഹസിച്ചു. ഞങ്ങൾക്ക് വിനോദിക്കാൻ പുലിക്കുട്ടികളെ കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആകട്ടെ തരാം എന്ന് പറഞ്ഞുകൊണ്ടു പോകുന്ന മണികണ്ഠനെ കണ്ട് രാജാവ് അതീവ ദുഃഖിതനായി. മന്ത്രി വളരെ സന്തോഷിച്ചു. വ്യാകുല ചിത്തനായ പന്തളമന്നൻ ഓരോ ദിവസവും തള്ളി നീക്കി. കാനനത്തിൽ പ്രവേശിച്ച ഭൂതനാഥസ്വാമിയെ വ്യാപരൻ, കടുശബ്ദൻ, വീരഭദ്രൻ, കൂപനേത്രൻ, കൂപകർണൻ, ഖണ്ഡാകർണൻ തുടങ്ങിയ ഭൂതസംഘങ്ങൾ ശ്രീ പരമേശ്വരൻ്റെ ആജ്ഞയനുസരിച്ച് വന്നു വന്ദിച്ചു നിന്നു. ഭൂതനാഥൻ്റെ ആഗമനമറിഞ്ഞ സിദ്ധന്മാരായ അനവധി ഋഷീശ്വരന്മാർ വന്ന് ഭക്തിപൂർവം അദ്ദേഹത്തെ പൂജിച്ച് സ്തുതിച്ചു. അനന്തരം പമ്പയിൽ നിന്ന് 10 യോജന ദൂരത്ത് മനോഹരമായ ഒരു പർവ്വത ശൃംഗത്തിൽ ദിവ്യന്മാരായ മഹർഷിമാരുടെ തപശക്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സുവർണ മന്ദിരത്തിൽ രത്നസിംഹാസനത്തിൽ സച്ചിദാനന്ദ സ്വരൂപനായ ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചു. ഈ സ്വർണാലയമായിരിക്കാം ഭക്തർ വാഴ്ത്തുന്ന പൊന്നമ്പലമേട് എന്ന് വിശ്വസിക്കാം. ഭക്തിപൂർവം സ്തുതിച്ചുകൊണ്ട് നിന്ന ദേവന്മാരെ ഭൂതസ്വാമി കടാക്ഷിച്ച് ഇങ്ങനെ അരുളി ചെയ്തു: നിങ്ങളുടെ ആഗ്രഹം ഞാൻ അറിഞ്ഞിരിക്കുന്നു. മഹിഷിയുടെ ദുർമതത്തെ നിർമൂലനം നശിപ്പിച്ച് നിങ്ങൾക്ക് സ്വർഗലോകം ഞാൻ നൽകുന്നുണ്ട് എന്ന് തന്നെയുമല്ല, ഇനി മേലിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരാപത്തും ഉണ്ടാകുകയില്ല. ഭഗവാൻ പിന്നീട് ഭൂതസഞ്ചയങ്ങളോടുകൂടി സ്വർഗലോകത്തിലെത്തി. ഭൂതനാഥനെ കണ്ട് കുപിതയായ മഹർഷി ശൃംഗാഗ്രങ്ങൾ പിടിച്ചുലച്ചു. മഹർഷിയെ പെട്ടെന്ന് പൊക്കിയെടുത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു. പമ്പയുടെ പശ്ചിമഭാഗത്തായി ഒഴുകുന്ന അഴുതാ നദിയുടെ തീരത്ത് മഹർഷി പ്രാണവേദനയോടെ നിലം പതിച്ചു. അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഭൂതനാഥൻ നാഗലോകത്തു നിന്ന് കുതിച്ചു ചാടി അവളുടെ വിസ്താരമേറിയ ശരീരത്തിൽ പതിച്ച് നൃത്തം തുടങ്ങി. മഹർഷി നിഗ്രഹനായ ശാസ്താവിൻ്റെ നൃത്തവിശേഷങ്ങളെ മഹാവിഷ്ണു പരമേശ്വരന്മാർ ഒരുമിച്ച് വന്നു നിന്ന് കണ്ട് ആനന്ദിച്ചു. ദേവന്മാർ ഭയന്നു, ലോകങ്ങൾ വിറച്ചു. നാരദാദികൾ സാമഗാനങ്ങളാൽ സ്തുതിച്ചു. മഹിഷി രക്തം ശബ്ദിച്ച് ശക്തിവിഹീനയായി തീർന്നു. അസഹനീയമായ വേദനയോടുകൂടിയ മഹിഷിക്ക് മനസ്സിലായി തൻ്റെ ദേഹത്ത് നൃത്തം ചെയ്യുന്നത് അമാനുഷ പ്രഭാവൻ ഹരിഹരപുത്രനല്ലാതെ മറ്റു ആരും ആയിരിക്കില്ല എന്ന്.
സത്യസത്വങ്ങളുടെ പ്രകാശനത്തിനും ബോധോദയത്തിനും വേണ്ടി അവൾ ഭഗവാനെ ഭക്തിപുരസരം സ്തുതിച്ചു തുടങ്ങി. ശേഷം പറഞ്ഞു: ദുഷ്ടനിഗ്രഹ ശിഷ്ടപരിപാലകനായ അവിടുന്ന് എൻ്റെ മനസ്സ് ധർമ്മമാർഗത്തിൽ നിന്നും ഒട്ടും തന്നെ ഭ്രംശിക്കരുത്. സൽഗുണമൂർത്തിയായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കരുണാമൂർത്തിയായ സ്വാമി മഹിഷി കളയപരം തൃക്കൈകൾ കൊണ്ട് തലോടി. അപ്പോൾ മഹിഷി ശരീരത്തിൽ നിന്നും സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീരൂപം ഉയർന്നു വന്നു. ശാപമോചിതയായ ലീല ദേവദേവനായ ധർമ്മശാസ്താവിനെ വണങ്ങി പ്രകാരം പറഞ്ഞു: എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. അങ്ങയുടെ ശക്തിയായി തന്നെ ഞാൻ ഇപ്പോൾ വർത്തിക്കുകയും ചെയ്യുന്നു. എന്നെ അവിടുന്ന് സ്വീകരിച്ചു കൊണ്ടാലും. ഭഗവാൻ അവളോട് പറഞ്ഞു: മഹാഭാഗ്യേ, നിർമ്മലയായ നീ എൻ്റെ ശക്തി തന്നെയാണ്. എന്നിരുന്നാലും ഈ ജന്മം ഞാൻ ബ്രഹ്മചാരിത്വം അവലംബിച്ചിരിക്കുന്നു. ആകയാൽ നീ എൻ്റെ സഹോദരീ ഭാവത്തോടുകൂടി ദേവപൂജിതയായി എൻ്റെ വാമഭാഗം അവലംബിച്ച് ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് അല്പം അകലമാറി സ്ഥിതി ചെയ്തു കൊള്ളുക. കന്നിക്കാർ വരാത്ത കാലത്ത് നിന്നെ ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്നും പറഞ്ഞു. ശരം കുത്തിയിൽ കന്നിക്കാർ കുത്തിയിരിക്കുന്ന ശരങ്ങൾ കണ്ട് മാളികപ്പുറത്തമ്മ സങ്കടത്തോടെ പോകുന്നു. ഭൂതനാഥൻ ഇപ്രകാരം അരുൾ ചെയ്തപ്പോൾ യശസ്വിനിയായ മഞ്ചമാതാവ് അവിടെ നിന്നും അന്തർധാനം ചെയ്തു. മഹിഷി നിഗ്രഹം കണ്ടുകൊണ്ട് ശ്രീ പരമേശ്വരനും വിഷ്ണുവും നിന്നിരുന്ന സ്ഥലം കാളകെട്ടി എന്ന് അറിയപ്പെടുന്നു. ശ്രീ പരമേശ്വരൻ വിഷ്ണുവിനോടും ബ്രഹ്മാവിനോടുമൊത്ത് ധർമ്മശാസ്താവൻ നിൽക്കുന്നിടത്തേക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ടു. ശ്രീ പരമേശ്വരൻ ധർമ്മശാസ്താവിനെ വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു: അല്ലയോ താരകബ്രഹ്മയായ വത്സ, ഇപ്പോൾ നീ ദേവകാര്യം സാധിച്ചിരിക്കുന്നു. എന്നാൽ നിന്നാൽ കൃതമാകേണ്ട അനവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. നിന്റെ വേർപാട് മൂലം ദുഃഖിച്ചിരിക്കുന്ന ഭക്തനും ദയാലുവുമായ പന്തള രാജാവിനെ ഉടനെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച് വേദാന്ത തത്വോപദേശങ്ങൾ മൂലം അദ്ദേഹത്തെ ദുരീകൃത പാപൗഖനാക്കുകയാണ് ഇനി ആദ്യമായി ചെയ്യേണ്ടത്. ശ്രീരാമാവതാര കാലത്ത് ശബരി ഇരുന്ന് തപസ് ചെയ്ത സ്ഥലം ശബരി പീഠം എന്നറിയപ്പെടുന്നു. ശബരിയുടെ നാമസ്മരണാർത്ഥം ആ മല ശബരിമല എന്ന് പ്രസിദ്ധിയായിത്തീരും. ആ സ്ഥലത്ത് പന്തള രാജാവ് ക്ഷേത്രം നിർമ്മിച്ച് നിന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ആ ക്ഷേത്രത്തിലും ഭക്തന്മാരുടെയും താപസന്മാരുടെയും ഹൃദയക്ഷേത്രത്തിലും മുനിമാരാൽ സൃഷ്ടിക്കപ്പെട്ട സ്വർണാലയത്തിലും സർവകഥാ നീ സൽഗുണയുക്തനായി വസിക്കുക. എന്നാൽ നീ ദുഃഖിതനായിരിക്കുന്ന പന്തളരാജനെ വേഗം പോയി കണ്ട് ആശ്വസിപ്പിക്കുക. ദേവസ്ത്രീകളെല്ലാം പെൺപുലികളായും ദേവന്മാർ അവരുടെ കുട്ടികളായും ഭവിക്കും. ദേവേന്ദ്രൻ ഒരു മഹാവ്യാഘ്രമായി വന്ന് നിനക്ക് ഒരു വാഹനമാകും. നീ ആ വ്യാഘ്രത്തിൽ കയറി പുലിവൃന്ദങ്ങളോടുകൂടി പന്തള രാജധാനിയിലേക്ക് യാത്ര തിരിച്ചുകൊള്ളുക. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം മഹിഷിയുടെ ശരീരം അഴുതാ നദിയുടെ തീരപ്രദേശത്ത് തന്നെ സ്ഥാപിച്ചു. അനന്തരം പാഷാണഖണ്ഡങ്ങൾ എറിഞ്ഞ് അവിടെ ഒരു കുന്നാക്കി തീർത്തു. ഈ ഗിരിക്ക് പ്രസ്തരഗിരി എന്ന് നാമവും ഇട്ടു. ഇതാണത്രേ ഇന്നത്തെ കല്ലിടും കുന്ന്. അഴുതാമേട്ടിലുള്ള ഈ സ്ഥലത്ത് ഇപ്പോഴും അയ്യപ്പന്മാർ കല്ലിട്ട് വന്ദനം നടത്താറുണ്ട്. മഹിഷിയുടെ വിഗ്രഹം വളർന്നു വരാതിരിക്കാൻ വേണ്ടിയാണത്രേ ഇപ്രകാരം ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. അനന്തരം ധർമ്മശാസ്താവ് വാപരൻ എന്ന ഭൂതത്തെ വിളിച്ച് അവിടെ ഒരു ഗോഷ്ഠം സൃഷ്ടിച്ച് അദ്ദേഹം പന്തള രാജാവിനെ കണ്ട് തിരിച്ചു വരുന്നതുവരെ ഭൂതവൃന്ദ നിഷേവിതനായി താമസിച്ചു കൊള്ളുന്നതിനും ഭക്തന്മാർക്ക് ദുഷ്ടമൃഗങ്ങളിൽ നിന്നും ശല്യമുണ്ടാകാതെ രക്ഷിച്ചു കൊള്ളുന്നതിനും ആജ്ഞാപിച്ചു. പിന്നീട് ഭക്തന്മാരായ താപസന്മാർക്ക് അനുഗ്രഹങ്ങൾ നൽകി ദയാനിധിയായ ധർമ്മശാസ്താവ് പന്തള ഭൂപാലന്റെ സന്നിധിയിലേക്ക് പുറപ്പെട്ടു. പുലിയുടെ മുകളിൽ കയറി ഒരു പറ്റം പുലികളോടൊപ്പം ക്ഷണനേരം കൊണ്ട് രാജധാനിയുടെ സമീപത്തെത്തി. വ്യാഘ്രങ്ങളെ കണ്ട് ജനങ്ങൾ ഭയന്ന് നാലുപാടും ഓടി. ശബ്ദകോലാഹലങ്ങൾ കേട്ട് രാജാവും രാജ്ഞിയും മന്ത്രിയും എല്ലാവരും വന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയായിരുന്നു. അച്ഛനെ കണ്ട മണികണ്ഠൻ പുലിപ്പുറത്ത് നിന്നിറങ്ങി ചാപബാണഹസ്തനായി പാദങ്ങളിൽ നമസ്കരിച്ചു. ഭക്തിപൂർവം വിനീത സ്വരത്തിൽ പറഞ്ഞു: എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള പുലിപ്പാൽ കറന്നെടുത്ത് ചികിത്സ നൽകിയാലും. രാജാവ് ഗദ്ഗതകണ്ഠനായി പറഞ്ഞു: ഭഗവാനെ, അങ്ങ് ഇനിയും എന്നെ പരീക്ഷിക്കരുതേ. അങ്ങ് കാട്ടിലേക്ക് പോയപ്പോൾ തന്നെ രാജ്ഞിയുടെ രോഗത്തിന് ശമനമുണ്ടായി. ഇതെല്ലാം മന്ത്രിയുടെ ചതിയായിരുന്നു. മന്ത്രിയെ ശിക്ഷിക്കണമെന്നും പറഞ്ഞു. പുലികളെ പെട്ടെന്ന് തന്നെ തിരിച്ചയച്ചാലും. മണികണ്ഠൻ പുലികളോട് പൊയ്ക്കൊള്ളുവാൻ ആവശ്യപ്പെട്ടതും അവർ മറന്നു.
രാജാവിൻ്റെ സങ്കടം കണ്ട മണികണ്ഠൻ അദ്ദേഹത്തെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. ദേവദേവന്റെ സ്പർശനം ലഭിച്ച രാജാവ് അത്യന്തം ഭക്തിപരവശനായി ആനന്ദഭാഷ്പം ഒഴിച്ചുകൊണ്ടു നിന്നു. ഭക്തിയിൽ മുഴുകി നിന്ന രാജാവിനോട് ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു: അങ്ങയുടെ ഭക്തി കൊണ്ട് ഞാൻ സന്തുഷ്ടനായി. രാജവസതിയിലെ എൻ്റെ വാസം ദേവകാര്യാർത്ഥമായിരുന്നു. മന്ത്രിയെ ശിക്ഷിക്കേണ്ടതില്ല, കാരണം ഇതെല്ലാം സംഭവിച്ചത് ദേവകാര്യാർത്ഥമായാണ്. ഇതിൽ ആരും കുറ്റക്കാരില്ല. അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ മന്ത്രിയെ രാമായണത്തിലെ മന്ദരയെ പോലെയും അവിടുത്തെ കാന്തയെ കൈകേയിയെ പോലെയും അങ്ങയെ ദശരഥനെ പോലെയും എന്നെ ശ്രീരാമനെ പോലെയും കരുതി സമാധാനിക്കുക. അനന്തരം മണികണ്ഠസ്വാമിയെ ദിവ്യപീഠത്തിന്മേൽ പിടിച്ചിരുത്തി. ഈ സന്ദർഭത്തിൽ അഗസ്ത്യമുനി അവിടെ എത്തി. ധർമ്മശാസ്താവിൻ്റെ ജന്മവൃത്താന്തങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. ഭക്തിപരവശനായ രാജാവ് മണികണ്ഠനെ സ്തുതിച്ചു. ഭൂതനാഥദയാംബുദേ ഭുവനാധിനായക പാഹി മാം, ഭൂതരാഖില പാല നിർമ്മമ ചർമ്മദായക പാഹി മാം, ഭൂതിപൂർണ സുരേന്ദ്ര വന്ദിത സാധുരക്ഷക പാഹി മാം, ഭൂതിഭൂഷണി ഭൂരിഭാവക ഭൂതസേവിത പാഹി മാം. രാജാവിൻ്റെ സ്തുതിയുടെ 4 വരികൾ മാത്രമേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. സ്വാമി ശരണം. Please like, share and subscribe my channel.